ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഫിഷ് മോളിയല്ല, അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. നമ്മൾ സാധാരണ ഫിഷ് കറിയിലൊക്കെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ കറിയുടെ ആ ഒരു ലെവൽ തന്നെ മാറുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയക്കോറയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഏത് ഫിഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 5-6 കഷ്ണം എടുത്താൽ ഇതുപോലെ ഇത്രയും കനത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അയലയോ മത്തിയോ അങ്ങനെ ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഒരു പ്രത്യേക ഈ ഒരു കറിക്ക് തന്നെ പ്രത്യേക ഒരു നാടൻ ഒരു ടേസ്റ്റാണ്. അപ്പം ഏത് മീനായാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നിങ്ങനെ ചൂടാക്കിയെടുക്കുകയാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം പേസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ടൊന്നിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള കൊണ്ട് ഒരുപാട് വഴന്നിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ടൊന്നിങ്ങനെ വഴന്നിട്ടൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ആയി കിട്ടിയാൽ മതി. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ ഈ ഒരു പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു തക്കാളിയൊക്കെ ഒന്നിങ്ങനെ വെന്ത് കുഴയുന്ന വരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോളും. ഇപ്പം നമ്മളെ തക്കാളിയൊക്കെ വെന്തൊന്നിങ്ങനെ കുഴഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് പുളിവെള്ളം കൂടെ നമുക്ക് ഒഴിക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒന്ന് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്ന പുളി ഭയങ്കര കറുപ്പ് കളർ കേട്ടോ. അപ്പോൾ കുറച്ച് പഴക്കമുള്ള പുളിയാണ് ഇങ്ങനെ കറുപ്പ് കളർ എന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്നിങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പരന്നൊരു പാത്രമാണ്. അപ്പോൾ നല്ല കുഴിയുള്ള പാത്രമാണെങ്കിൽ ഇങ്ങനെ മുങ്ങിയിരിക്കും. അപ്പോൾ ഒരു പരന്ന പാത്രം ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് ആ ഒരു മീനിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു സൈഡ് ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ കുക്കായതിന് ശേഷം നമ്മളൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവിടെ നമ്മളൊരു കുക്കായിട്ട് പിന്നെ 2 മിനിറ്റ് കഴിയുമ്പം ഒന്ന് തിരിച്ച് മറിച്ച് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്നത് ഇങ്ങനെ മുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രേവിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ മീൻ മുറിഞ്ഞ് പോകാതെ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടൊന്നിങ്ങനെ സെറ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1-2 തവണ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായിരിക്കും നമ്മൾ ആ ഒരു കറിയുടെ ഒരു ടെക്സ്ചർ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഒരുപാട് ലൂസായിട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കുമ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ ചെറുതായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു തേങ്ങാപ്പാലും ആ ഒരു കറിയുടെ ബാക്കി ഗ്രേവി എല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സ് ആവുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം തേങ്ങാപ്പാലാകുമ്പോൾ പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് നമ്മൾ ഈ പാത്രം പിടിച്ചിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി. ഇപ്പം നമ്മൾ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പറിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി കുത്തുന്ന ഒരു കല്ലില്ലേ, അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പം നമ്മളത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മളിത് മിക്സിയിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് കേട്ടോ. നമ്മളിത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഞാൻ ഒരിക്കലും ഇത് ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് മിക്സിയിൽ അങ്ങ് അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ആ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ശരിക്കും നമ്മൾ ഇഞ്ചി കുത്തുന്നതോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചതച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒരു ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ 4 കൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിന് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. നമ്മൾ മുമ്പ് കപ്പയ്ക്കൊക്കെ ഇതുപോലെ ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാവില്ല, കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെറിയുള്ളിയും വറ്റൽമുളകും വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് അതുപോലെ നല്ലൊരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒരു കറിയിലേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് കയ്യിലിട്ടിട്ട് ഇളക്കണ്ട കേട്ടോ. ഇനി നമ്മളിത് ചൂടാക്കേണ്ടതും തിളപ്പിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ച വെളിച്ചെണ്ണയും പിന്നെ അതുപോലെ ആ ഒരു സവാളയൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് തന്നെ അതിന് കറിക്ക് ഒരു പ്രത്യേക ഒരു മണം, ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്പെഷ്യൽ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ ഒക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഫിഷ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ഫിഷ് വെച്ചിട്ടായാലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫിഷ് കറി ഉണ്ടാക്കുന്ന പോലെ മുളക് പൊടി, മല്ലിപ്പൊടിയും അതുപോലെ ഉലുവയൊന്നും ചേർത്തിട്ടില്ല. എന്നാൽ അതിനേക്കാളും നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഫിഷ് വാങ്ങിക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.